ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? ഞാൻ രാവിലെ തന്നെ ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടു. എന്താ കാര്യമെന്നല്ലേ, ഇന്ന് എനിക്ക് ആശുപത്രിയിൽ പോകണം, പനി ആയതുകൊണ്ട് മരുന്ന് വയ്ക്കാൻ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗാർഡനിൽ ഇറങ്ങിയിട്ട് പോകാൻ. ഈ ഒരു പ്ലാന്റ് ഞാൻ ഇത്രയും ബുഷാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് ഞാൻ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. മണ്ണിൽ വെച്ചത് അത്രയ്ക്ക് ബുഷായിട്ടില്ല, ഈ വെള്ളത്തിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ ബുഷായിട്ടിരിക്കുന്നത്. വേര് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു ഇല വെച്ചാലും കിളുക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്, വേര് പിടിച്ച്. പിന്നെ നമ്മുടെ ബേർഡ്സ് നെസ്റ്റ് എന്നുള്ള രീതിയിലത്തെ സ്നേക്ക് പ്ലാന്റും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതിലും എനിക്ക് നല്ല രീതിയിൽ സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ച പോലെയല്ല, അതിൽ പുതിയ തൈ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചില്ല ഇതിലൊരു തൈയൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ സൈഡിലൊരു തൈ ഉണ്ടായി കിട്ടി. ബേർഡ്സ് നെസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് നമുക്ക് വർക്കൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ള ടൈമിൽ വളർത്താൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലാന്റാണ്. ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്രയും ബുഷിയായിട്ട് നിൽക്കും, ഈ പോട്ട് നിറച്ചും വേരാവും, പെട്ടെന്ന് പിടിക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചു. നമ്മുടെ വിൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാൻ പറ്റുന്ന സ്നേക്ക് പ്ലാന്റ് ഞാൻ നമ്മുടെ വിൻഡോറിലൊന്ന് വെക്കാൻ നോക്കാം. പിന്നെ നമ്മുടെ ആന്തൂര്യത്തിൽ പൂവുണ്ടോ എന്ന് നോക്കുന്നതാണ്. പക്ഷെ നല്ല ബുഷിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ അതാ ഈ ഒരു പ്ലാന്റ്, ഈ ഒരു മണി പ്ലാന്റിൻ്റെ ഇല വെച്ചാൽ കിളുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇതാ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്കൊന്ന് വേര് പിടിച്ച് കിട്ടി. ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് ഒരു ഇല എടുത്ത് മണ്ണിൽ കുത്തി നോക്കിയതാണ്. നമുക്കത് കഴുകിയേ കൂടെ നോക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല ഗ്രീൻ കളറാണ്. ഇതിനിപ്പോൾ ഞാൻ കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നമ്മൾ ഒരു പ്രൗഡ് കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇത് റോസയുടെ കൂടെ എന്നെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കിളുക്കുകയാണെങ്കിൽ കിളുക്കട്ടെ. എങ്കിൽ പിന്നെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ.